കോട്ടയം DC ലളിതകലാ അക്കാദമിയിൽ കൊളാഷ് പ്രദർശനമൊരുക്കി കറുകച്ചാൽ സ്വദേശി റെജി തോമസ്. കടലാസും തുണികളും ഉപയോഗിച്ചൊരുക്കിയ കൊളാഷ് ഏറെ ആകർഷണീയമാണ്. വർണ്ണങ്ങൾ വാരിവിതറിയ പുതിയ ദൃശ്യാനുഭവമാണ് റെജിയുടെ സൃഷ്ടികൾ കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. കഥകളി, സ്ത്രീയും പുരുഷനും, കടൽത്തിരയിൽ ഉലയുന്ന പായ്വഞ്ചി എന്നീ കൊളാഷുകൾ കാഴ്ചക്കാരിൽ വിസ്മയം ഉണർത്തുന്നു. പേപ്പർ പഞ്ചിന്റെ ബാക്കി വന്ന ചെറിയ കടലാസ് തരികൾ കൊണ്ടാണ് കഥകളിയും കലാരൂപങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ബസ് ടിക്കറ്റുകൾ ഉപയോഗിച്ചൊരുക്കിയ മയിൽ, കേരളത്തിന്റെ ഭൂപടം എന്നിവ എടുത്തു പറയേണ്ട സൃഷ്ടികളാണ്. ഫോട്ടോഗ്രാഫറായി ദീർഘകാലം പ്രവർത്തിച്ച റെജി 20 വർഷത്തിലധികമായി കൊളാഷ് രചനയിൽ സജീവമാണ്. ഞാൻ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വരയ്ക്കുവാനും പെയിൻറ്റിങ്ങിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നല്ലൊരു വാസന ഉണ്ടായിരുന്നുകൊണ്ട് അത് കോളേജ് ജീവിതം വരെ വന്നു. കോളേജ് ജീവിതത്തിന് ശേഷമാണ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഇതിനോടിടയ്ക്ക് കാണുന്ന ചിത്രങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം അത് ശ്രദ്ധിച്ചതിന് ശേഷം അതെങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ മറ്റ് രീതികളെല്ലാം മനസ്സിലാക്കിയ ഒരു എക്സിബിഷൻ്റെ വേളയിലാണ് കൊളാഷ് ചിത്രങ്ങളെപ്പറ്റി പരിചയപ്പെടുന്നത്. അതൊരു 25 വർഷം മുമ്പാണ്. ആ ഒരു കാഴ്ച വല്ലാത്തൊരു സ്ട്രൈക്ക് നമുക്കുണ്ടാക്കി. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കുറച്ച് ചിത്രങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പിന്നെ തുടർന്ന് വന്ന കാലങ്ങളിലെല്ലാം അത് മാത്രമായിട്ട് ചെയ്തിങ്ങനെ വരികയാണ്. അത് കടലാസും തുണിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മാധ്യമങ്ങൾ. പെയിൻറ്റോ ബ്രഷോ ഒന്നും ഉപയോഗിക്കാതെ സ്കെച്ച് ഇട്ടതിന് ശേഷം സൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജ്, അതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ കോപ്പികളോ ഉണ്ടെങ്കിൽ അത് ഇമേജ് കണ്ടിട്ട് അതിനനുസരിച്ച് ഇത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ്. മനോഹരമായ 40-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടയം DC കിഴക്കേമുറി ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം കാർട്ടൂൺ അക്കാദമി മുൻ ചെയർമാൻ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച വരെയാണ് പ്രദർശനം നടക്കുക. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.